ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം സമയം 3 മണി. ഈ സമയം മുതലുള്ള എൻ്റെ ഡേയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഹംന. ഒരു കുട്ടി വ്ളോഗറാണ്. അത്ര ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ഐ തിങ്ക് ഐ ക്യാൻ ബി എ ഗുഡ് വ്ളോഗർ. സോ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പറയണം എൻ്റെ അടുത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐഷുവിനെ ഓൾമോസ്റ്റ് റെഡിയാക്കി. ക്യാപ്പ് ഇട്ട് കൊടുത്ത് പുറത്ത് ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും തണുപ്പൊക്കെ ആകുമ്പോൾ എന്തായാലും ഷോക്സൊക്കെ എന്തായാലും യൂസ് ചെയ്യും. ഉച്ചക്കൊന്നും അത്ര തണുപ്പുണ്ടാവില്ല, പക്ഷേ കുറച്ച് രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും. സ്കിന്നൊക്കെ നല്ലോണം ഡ്രൈ ആവുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഐഷുവിന് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ചെരുപ്പിട്ട് കൊടുത്ത് കൈ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെയും ഹുസീനെയും. അപ്പോൾ ചെരുപ്പിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ്. ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് മാങ്ങയാന്ന് വിചാരിച്ചു, പിന്നെ ഇല പോലെ തോന്നി. കണ്ടപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. എന്തായാലും ഒരു റിഫ്ലക്ഷൻ നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഓ, എന്ത് സന്തോഷം. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ വെയിലുണ്ടായിരുന്നു. ക്യാപ്പിട്ട് കൊടുത്ത് നന്നായി. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടുപ്പുറത്തുള്ള പിള്ളേരാണ്. അവരെ കാണുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ട്യൂഷനൊക്കെ പോകുമ്പോൾ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ അവർ കളിക്കാൻ ഇറങ്ങുന്ന ഈ ഒരു ടൈമിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐഷുന് ആണെങ്കിൽ ആരെങ്കിലും കിട്ടിയാൽ മതി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ സ്ഥിരം പരിപാടിയായിട്ടുള്ള മണ്ണിക്കളിയും അതിനൊരു കുറവ് വേണ്ടല്ലോ. എന്തായാലും അതിന് പറ്റിയ കറക്റ്റ് പ്ലേസിലാണ് അപ്പോൾ എത്തിയത്. ഈ പാർക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ മെല്ലെ നൈസായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് സ്കൂട്ടാവും. അത് ഐഷുവിൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ അവരെ കണ്ടതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. എന്തുകൊണ്ടേലോ പറയില്ല.
പാട്ടാ? അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഞാൻ ഷോപ്പിലെത്തിയ സമയത്ത് ഐഷു ഉറങ്ങായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഷോപ്പിലെത്തി ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾ ഉണർന്നു. പിന്നെ അവിടെ ഞാൻ ഇതിന് മുന്നേ മേടിച്ച് വെച്ചിരുന്നതാണ്, അത് ബാക്കിയുള്ള ബബിൾസാണത്. അപ്പോൾ അത് വെച്ചിട്ട് കളിക്കുകയാണ്, ഇപ്പോൾ അവളെ കളിപ്പിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു ബാക്കിൽ കുറച്ച് ഇത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനും ഐഷും അവിടെ ഇരിക്കും. ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്യും, ഐഷു അവൾ എന്തെങ്കിലും കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. തിരിച്ചു തുറക്കാം. ബിരിയാണി വാങ്ങാൻ പോവാ, മാമു വാങ്ങാൻ പോവാ. ഇത് നമുക്ക് ഇവിടെ വെക്കാം, ഹിയർ. ഓക്കെ, ഇപ്പൊ പോയി വന്നിട്ട് കാണാം. ബേബി തിന്നാണേ, മാമു ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും പിന്നെ അവൾ മതിയാകും. എത്ര ഫോഴ്സ് ചെയ്താലും എത്ര അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവളതിൽ വീഴൂല. അവളത് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, കഴിക്കൂല. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ പറഞ്ഞാലും ചില സമയങ്ങളിൽ അങ്ങനെയാണ്. എന്നാൽ ചില സമയങ്ങളിൽ കുഴപ്പമില്ല, അവളത് ഓക്കെ, അവൾ കഴിക്കും. നമ്മൾ എത്ര കൊടുത്താലും അവളത് കഴിക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എനിക്ക്. അവളെ ഒന്ന് വാഷ് ചെയ്തിട്ട് അവളുടെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അവൾക്ക് ടാബിൽ കാർട്ടൂൺ വെച്ച് ഞാൻ എൻ്റെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഫുൾ ടൈം ഇങ്ങനെ കാർട്ടൂൺ കണ്ടിരിക്കുന്നതൊരു ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് പുറത്തിറങ്ങി അവൾക്ക് ജ്യൂസ്, മിൽക്ക് ഷേക്ക് വാങ്ങിക്കൊടുത്ത് പിന്നെ അവൾ കുറച്ച് നേരം അതിലൂടെ കളിച്ച് നടക്കുമായിരുന്നു. മ്യൂസിക് ഉണ്ടാക്കാം മമ്മക്കുട്ടി. അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാനൊരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അവർ തന്ന ടാസ്ക്കാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം, എന്നാലേ അവർ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഞാനൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരുന്നു. അത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഐഡിയാസൊക്കെ വന്നിങ്ങനെ അതിൻ്റെ ഹാപ്പിനെസ്സിലിരിക്കുകയാണ് ഞാൻ. ഹലോ, അപ്പം ഞാൻ ആക്ച്വലി വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. പെട്ടെന്നായിരുന്നു 12 മണിയായത്. അതിൻ്റെ ഇടയിൽ നമ്മൾ എണീറ്റിട്ട് പുറത്തു പോയി അവൾക്ക് മിഠായി മേടിക്കുന്നു, പിന്നെ അങ്ങനെ പുറത്തു കൂടെ കുറച്ച് നേരം നടന്നൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ടൈം അത്ര 12 മണിയൊക്കെ കഴിഞ്ഞൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഫസ്റ്റ് എനിക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ന്യൂ ഇയർ അല്ല വരുന്നത്, അപ്പോൾ അതിൻ്റെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് മാറി.
പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നു, ഭക്ഷണം കഴിച്ചു, പിന്നെ ഫ്രഷായി. ഐശുവിനാണെങ്കിൽ നല്ല ഉറക്കം വന്നിരുന്നു. അപ്പോൾ ഐശുവിനെ ഉറക്കി. അതിനുശേഷം ഞാൻ വിചാരിച്ചു, എനിക്ക് ഓർമ്മയുണ്ട് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എന്തായാലും അവൾ ഉറങ്ങട്ടെ, എന്നാൽ പിന്നെ ഞാൻ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ഞാൻ അവളെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ലൈറ്റ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ കിടക്കാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ലൈറ്റിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതിലും ബെറ്ററായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. എന്നാലേ എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് അറിഞ്ഞ് ബെറ്ററായിട്ടുള്ളൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.